അള്ളാഹുവിന്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ നമ്മളെല്ലാവരും ഈദുൽ അദ്ഹ ആഘോഷിച്ചു. ഹജ്ജ് അത് അതിന്റെ സമാപ്തിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഹജ്ജ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിയുടെ അനുസ്മരണമാണ്. ദുൽഹജ്ജ് 13 അതിന്റെ കർമ്മങ്ങളൊക്കെ അവസാനിക്കും. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ഹജ്ജ് അവസാനിക്കുന്നില്ല. നിങ്ങളൊന്ന് ഓർത്തു നോക്കുക. ഒന്ന്, ഹജ്ജിന് ശരിക്കും 3 ഘട്ടമുണ്ട്. ഇത് നമ്മുടെ വളരെ ഗൗരവപ്പെട്ട ഒരു ഉത്തരവാദിത്വവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉള്ള ഒരു പഠനമായിട്ട് തന്നെ ഇന്നത്തെ വർത്തമാനത്തെ നമ്മൾ മനസ്സിലാക്കണം. സാധാരണ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് വർഷാവർഷം എല്ലാ ദുൽഹജ്ജ് മാസമാകുമ്പോഴേക്കും നമ്മൾ കുറെ ആളുകൾ സമ്പത്തും സൗകര്യവും ആരോഗ്യമൊക്കെ ഉള്ളവര് കാബയിൽ പോയി മക്കയിൽ പോയിട്ട് ചെയ്യുന്ന കുറെ കർമാനുഷ്ഠാനങ്ങൾ മാത്രമാണ് ഹജ്ജ് എന്നാണ് നമ്മൾ ധരിച്ചു വെച്ചത്. അത് അതിന്റെ കർമാനുഷ്ഠാന വശം മാത്രമാണ്. അതിന്റെ ഒരു അനുധാവനമാണ്. നമ്മുടെ ജീവിതത്തിൽ അത് പുലർന്നു കാണേണ്ടുന്ന കുറെ അതിമഹത്തായ കുറെ ഗുണവിശേഷണങ്ങൾ ഹജ്ജ് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. വെറും ഒരു കർമാനുഷ്ഠാനം മാത്രമായിരുന്നുവെങ്കിൽ ഹജ്ജിനെ കുറിച്ച് അദ്ദിൻ ഫിന്നാസ്, ജനങ്ങളത് വിളംബരം ചെയ്യുക എന്ന് പറയേണ്ടിയിരിക്കില്ല. നമ്മൾ ബാങ്ക് ഇല്ലേ, നമസ്കാരത്തിന്റെ സമയമാകുമ്പോൾ അദ്ഹാൻ എന്നും പറഞ്ഞിട്ട് നമ്മൾ എന്താണ് അദ്ഹാൻ എന്ന് പറയുന്നത്? വിളംബരമാണ്. അള്ളാഹുവിന്റെ ആ തക്ബീർ, അള്ളാഹുവിന്റെ ജീവിതം, അള്ളാഹു എന്താണ് ആ മുഴുവൻ ആശയവും ഉൾക്കൊള്ളുന്ന തക്ബീറിന്റെ വിളംബരമാണല്ലോ ബാങ്ക് എന്ന് പറയുന്നത്. ഇതുപോലെ തന്നെ അദ്ദിൻ ഫിന്നാസി ബിൽ ഹജ്ജ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പൊതുസമൂഹത്തിനുള്ള ഒരു വിളംബരമായി മാറാൻ മാത്രം. ഹജ്ജിന്റെ സവിശേഷത എന്താണ് എന്ന് നമ്മൾ വളരെ ഗൗരവത്തോടു കൂടി പഠിക്കേണ്ടത്. ഹജ്ജിന് ശരിക്കും 3 ഘട്ടമാണ്. അതിലൊരു ഘട്ടമാണ് ഹജ്ജിൽ നമ്മൾ ചെയ്യുന്ന ആ കർമാനുഷ്ഠാനങ്ങൾ. നമ്മൾ ഇഹ്റാം കെട്ടുന്നു, തവാഫ് ചെയ്യുന്നത്, അറഫയിൽ നിൽക്കുന്നത്, സഅയ് നടത്തുന്നത്, ബലി ചെയ്യുന്നത്, കല്ലെറിയുന്നത്, അവസാനം മുടിയൊക്കെ വടിച്ച് മുണ്ഡനം ചെയ്തുകൊണ്ട് നമ്മൾ ഇന്ന് തിരിച്ചു പോരുന്നത് അതിന്റെ കർമാനുഷ്ഠാനം മാത്രമാണ്. ഇവിടെയൊക്കെ നമ്മൾ ചെയ്യുന്നത് നമ്മൾ ഇബ്രാഹിമി സ്മരണ നമ്മുടെ ജീവിതത്തിൽ ഞാൻ ഇബ്രാഹിം ആകാൻ സന്നദ്ധനാണ് എന്നാണ് പറയുന്നത്. ആ ഹജ്ജിന്റെ വലിയൊരു സാമൂഹിക സ്പർശിയായ ഒരു പ്രായോഗിക തലമുണ്ട്. ഖാതിമുൽ അംബിയ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ ജീവിതത്തിൽ കാണിച്ചു തന്ന ഒരു പ്രായോഗിക തലം അത് ഈ ഹജ്ജിന്റെ സാമൂഹിക വശമായിരുന്നു. ഹജ്ജത്തുൽ വിദാഇൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രഖ്യാപനം, അതോടുകൂടി അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന. അള്ളാഹുവിന്റെ പ്രവാചകന്മാരിലൂടെ മനുഷ്യ സമൂഹത്തിന് ആവശ്യമായ മുഴുവൻ ദൈവികമായ ജീവിത സന്ദേശം അതോടുകൂടി പൂർത്തിയാവുകയാണ്. ഇനി യാതൊരു സംശയത്തിനും പഴുതില്ലാത്തവണ്ണം വിശുദ്ധ ഖുർആൻ, അതോടുകൂടി അള്ളാഹുവിന്റെ വേദങ്ങൾ 1,00,000 ചില്ലുവാനും പ്രവാചകന്മാരിലൂടെ ആദാം നബി അലൈഹിസ്സലാം മുതൽ 1,00,000 ചില്ലാൻ പ്രവാചകന്മാരിലൂടെ അള്ളാഹു മനുഷ്യരാശിക്ക് നൽകാൻ ആഗ്രഹിച്ച ജീവിത സന്ദേശം പൂർത്തിയാവുകയാണ്. അവിടെ വെച്ചിട്ടാണ് അതിന്റെ ആ സാമൂഹിക തലം, പ്രായോഗിക തലം, എന്താണ് ഇസ്ലാം ഉദ്ദേശിക്കുന്നത് എന്ന് ഹജ്ജിലൂടെ നിങ്ങൾക്ക് ബോധ്യപ്പെട്ടില്ലേ? ആ ഒരു മനുഷ്യാവകാശ പ്രഖ്യാപനം, റസൂലിന്റെ മനുഷ്യാവകാശ പ്രഖ്യാപനം എന്ന് പറഞ്ഞുകൊണ്ട് ഹജ്ജത്തുൽ വിദാഇലെ റസൂൽ നടത്തിയ പ്രഭാഷണം നമുക്കൊക്കെ അറിയാം. നമ്മളൊക്കെ ചില പഴയ പള്ളികളിലൊക്കെ ചുമരിൽ നമ്മുടെ വീടുകളിലൊക്കെ തൂക്കിയിടാറുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദിനവാങ്ങൽ പ്രഭാഷണത്തിലെ മനുഷ്യാവകാശം എന്ന് പറഞ്ഞുകൊണ്ട്
ഈ പ്രഭാഷണം നടത്തിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നുണ്ട്, ഹലാ ഹൽ ബല്ലഗ്തു, ഈ ജീവിത സന്ദേശം ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു തന്നില്ലയോ? അവിടെ കൂടിയ മുഴുവൻ ആളുകളും പറഞ്ഞു, ബല്ലഗ്ത യാ റസൂലല്ലാഹ്, റസൂലേ, ആ ജീവിത സന്ദേശം, അള്ളാഹുവിന്റെ ജീവിത സന്ദേശം, ദീനുൽ ഇസ്ലാം ഞങ്ങൾക്ക് എത്തിച്ചു തന്നു. അപ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ഫൽയുബല്ലിഉ ഷാഹിദൽ ഗായിബ്, നിങ്ങളിൽ സാക്ഷിയുള്ളവർ, ഇവിടെ ഹാജരായവർ, സാക്ഷിയില്ലാത്തവർക്ക് നിങ്ങൾക്ക് എത്തിച്ചു കൊടുക്കണം. ഹജ്ജിന്റെ മൂന്നാമത്തെ ഘട്ടം ഇത്. ഒന്നാമത്തെ ഘട്ടം ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിയുടെ സമർപ്പിതമായ ജീവിതമാണ് എങ്കിൽ അതിന്റെ പ്രായോഗിക രൂപം ഖാതിമുൽ അംബിയ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ കാണിച്ചു തന്നിട്ട് അതിന്റെ മൂന്നാമത്തെ ഘട്ടം പ്രവാചകത്വ പരമ്പര അവസാനിച്ചുകൊണ്ട് വേദ സന്ദേശങ്ങൾക്ക് പൂർത്തീകരണം ആക്കിക്കൊണ്ട് പൂർത്തീകരിക്കപ്പെട്ടുകൊണ്ട് ഹജ്ജിന്റെ മൂന്നാമത്തെ ഘട്ടം നിങ്ങളിൽ സാക്ഷിയുള്ളവർ സാക്ഷിയില്ലാത്തവർക്ക് വേണ്ടി ഈ സന്ദേശം ഏറ്റെടുക്കുക എന്നുള്ളതാണ്. അല്ലെ? എന്താണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിയുടെ ജീവിതത്തിന്റെ ആകെ തുക എന്ന് പറയുന്നത്? ജിഹാദായിരുന്നല്ലോ. ജാഹിദൂ ഫില്ലാഹി ഹഖ്ക ജിഹാദിഹി ഹുവ ജതബാകും വമാ ജഅല അലൈക്കും ഫിദ്ദീൻ മിൻ ഹറജ്. നിങ്ങൾ ജിഹാദിനിറങ്ങി പുറപ്പെടുക, അതിന്റെ യഥാവിധി അർത്ഥവത്തായ രീതിയിൽ നമ്മൾ ജിഹാദിനിറങ്ങണം. ഹുവ ജതബാകും, നമ്മളെ നിങ്ങളെ ഖുർആൻ ഏറ്റെടുത്തവരെ അതിനു വേണ്ടി തെരഞ്ഞെടുത്തിരിക്കുന്നു. എന്നിട്ട് പറയുന്ന വർത്തമാനം മില്ലത്ത അബീക്കും ഇബ്രാഹിം, ഈ ജിഹാദ് നിങ്ങളുടെ ആദർശ പിതാവായ ഹസ്രത്ത് ഇബ്രാഹിം അലൈഹിസ്സലാമിയുടെ മില്ലത്താണ്. ആ മില്ലത്ത് നിങ്ങൾ ഏറ്റെടുക്കണം. എന്താണ് ആ മില്ലത്ത്? നിങ്ങളും ജിഹാദ് നിർവഹിക്കണം. എന്തായിരുന്നു ഇബ്രാഹിം നബി അലൈഹിസ്സലാമിയുടെ ജിഹാദ്? അദ്ദേഹം നടത്തിയ ഏറ്റവും വലിയ ജിഹാദ് ജിഹാദുൻ നഫ്സ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ തന്നെ സമർപ്പിക്കുക. അള്ളാഹു എന്താണോ കൽപ്പിച്ചത് അത് മുഴുവൻ അപ്പടി അസ്ലം റബ്ബിൽ ആലമീൻ, അസ്ലിം ഇദ് ഖാല ലഹു റബ്ബുഹു അസ്ലിം, ഇബ്രാഹിമേ നീ മുസ്ലിമാവുക പരിപൂർണമായി. അതൊക്കെ വിശദീകരിച്ചിട്ടുള്ളതാണ് പലതവണ. യാതൊരു വ്യത്യാസവും ഇല്ലാതെ അസ്ലം റബ്ബിൽ ആലമീൻ, ഞാൻ മുസ്ലിമായി. ആ ഇസ്ലാമാകാൻ എന്റേതായ എന്തൊക്കെ താല്പര്യങ്ങളുണ്ടോ, ദേഹേച്ഛകൾ തടസ്സമാകുന്നുണ്ടോ, പൈശാചികമായ പ്രേരണകൾ തടസ്സമാകുന്നുണ്ടോ, ഞാൻ അതിനെ മാറ്റിവെച്ചു. വ്യക്തിപരമായ എന്റെ താല്പര്യങ്ങൾ, ഞാൻ ആരാകേണ്ടതായിരുന്നു, ഞാൻ വലിയ അവിടെ അംഗീകരിക്കപ്പെടുന്ന വലിയ മതപുരോഹിതനാകേണ്ടതായിരുന്നു, ഞാൻ അവിടെ ജനം മുഴുവൻ അംഗീകരിക്കപ്പെടുന്ന ഒരാളാകേണ്ടതായിരുന്നു, നല്ലൊരു ബാപ്പയായി മാറേണ്ടതായിരുന്നു, നല്ലൊരു ഭർത്താവാകേണ്ടതായിരുന്നു. പക്ഷെ അവിടെയൊക്കെ താല്പര്യങ്ങൾക്ക് മറ്റുള്ള എന്റെ വ്യക്തിപരമായ താല്പര്യങ്ങളെ മാറ്റിവെച്ചുകൊണ്ട് ഞാൻ മകനെ മാറ്റി നിർത്തി, ഭാര്യയെ മാറ്റി നിർത്തി, എന്റെ സ്വത്തും സമ്പത്തും എല്ലാം മാറ്റിവെച്ചുകൊണ്ട് അസ്ലംതു റബ്ബിൽ ആലമീൻ, എന്റെ വ്യക്തിപരമായ എല്ലാ ദേഹേച്ഛകളെയും മാറ്റിവെച്ചുകൊണ്ട് ജിഹാദുൻ നഫ്സ്. അദ്ദേഹം ജിഹാദുൻ നഫ്സ്, സ്വന്തം ദേഹേച്ഛക്കെതിരിൽ അള്ളാഹുവിന്റെ തൃപ്തിക്കനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ സന്നദ്ധനായി എന്നുള്ളതായി. രണ്ടാമത്തെ ജിഹാദ് എന്തായിരുന്നു അദ്ദേഹം നടത്തിയത്? ഞാൻ ഉൾക്കൊണ്ട ജീവിത സന്ദേശം, ഞാൻ എന്താണോ അള്ളാഹുവിന് വേണ്ടി സമർപ്പിക്കാൻ അലമിനൽ മുസ്ലിമീൻ, എന്നെ അനുസരണയുള്ള സമർപ്പിതനായ ഒരു മുസ്ലിമായി മാറ്റിയ ജീവിത സന്ദേശമുണ്ടല്ലോ, അള്ളാഹുവിന്റെ സന്ദേശം. ആ സന്ദേശം മനുഷ്യർക്ക് എത്തിച്ചു കൊടുക്കുക എന്ന പ്രബോധന ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് അദ്ദേഹം ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും നടക്കുകയായി, സഞ്ചരിക്കുകയായി. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ഏറ്റെടുത്ത രണ്ടാമത്തെ ജിഹാദ് ദഅവത്തായിരുന്നു.
ഈ ഒരു ലക്ഷ്യം, ഈ ഒരു ദൗത്യം പൂർത്തീകരിക്കുന്നതിന് വേണ്ടി ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം നടന്നു തീർത്ത വഴിദൂരങ്ങൾ എത്രയാണ് നമുക്കറിയുമോ? ജന്മനാടായ ഇറാഖിൽ നിന്ന് 960 കിലോമീറ്ററുകളോളം സഞ്ചരിച്ചുകൊണ്ട് ഹാരാൻ എന്ന് പറയുന്ന ഒരു പ്രദേശത്തേക്ക്, തുർക്കിയുടെ ഒരു ഭാഗമാണ്, അവിടെ നിന്ന് അദ്ദേഹം വന്ന് കാൽനടയായി യാത്ര ചെയ്തുകൊണ്ട് ഇസ്ലാമിനെ പരിചയപ്പെടുത്തുകയായിരുന്നു. അദ്ദേഹം ജിഹാദ് ചെയ്യുകയായിരുന്നു. രണ്ടാമതായി തുർക്കി മുതൽ പാലസ്തീൻ വരേക്കുള്ള 700 കിലോമീറ്റർ വീണ്ടും അവിടെ നിന്ന് അദ്ദേഹം നടന്നുകൊണ്ട് തന്നെ തന്റെ ദൗത്യം പൂർത്തീകരിച്ചു. മൂന്നാമതായി പാലസ്തീനിൽ നിന്ന് ഈജിപ്തിലേക്കുള്ള 400 കിലോമീറ്റർ, അവിടെ നിന്ന് 1400-1300 കിലോമീറ്റർ ദൂരമുള്ള മക്കയിലേക്കും കാൽനടയായിട്ട് യാത്ര ചെയ്തുകൊണ്ട് തന്നെ ഏൽപ്പിച്ച രണ്ടാമത്തെ ദൗത്യം ജാഹിദു ഫില്ലാഹി ഹഖ്ക ജിഹാദിഹി ഹുവജ്തബാകും വമാ ജഅല അലൈക്കും ഫിദ്ദീനി മിൻ ഹറജ്. ഈ മാർഗത്തിൽ ഇങ്ങനെ ഇറങ്ങിപ്പോൾ സ്വന്തം നഫ്സിനെ നിയന്ത്രിക്കുന്നത് അദ്ദേഹത്തിന് പ്രശ്നമായില്ല. അല്ലാഹുവിനെ അസ്സലംതു റബ്ബിൽ ആലമീൻ, ഞാൻ മുസ്ലിമാകാൻ സന്നദ്ധനായിക്കൊണ്ട് സ്വന്തത്തെ സമർപ്പിച്ചു. പോരാ, സമൂഹത്തിന് വേണ്ടി ഞാൻ ഉൾക്കൊണ്ട ഈ ജീവിത സന്ദേശം സമൂഹത്തിന് എത്തേണ്ടതിന് വേണ്ടി, സമൂഹത്തിന് വേണ്ടിയും വമാ ജഅല അലൈക്കും ഫിദ്ദീനി മിൻ ഹറജ്, അദ്ദേഹം നടത്തിയ ത്യാഗ പരിശ്രമങ്ങൾ അദ്ദേഹത്തിന് പ്രശ്നമായി. വീണ്ടും മക്കയിൽ നിന്ന് തന്നെ പ്രബോധനാവശ്യാർത്ഥം ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്ക് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം യാത്ര ചെയ്യുന്നു. അതൊക്കെ ഈ പറഞ്ഞ മാതിരി തന്നെ 1000-1500 കിലോമീറ്ററോളം വരുമെന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഹാജറ റളിയല്ലാഹു അൻഹയെയും ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിയെയും മകനെയും ഭാര്യയെയും കാണാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് വീണ്ടും മക്കയിൽ വരികയും പോവുകയും ഒക്കെ ചെയ്യുന്നത് കാൽനടക്കാരനായിക്കൊണ്ടാണ്. കുറച്ചു ദിവസം ഇവിടെ താമസിക്കും, വീണ്ടും തന്റെ പ്രബോധന ദൗത്യം നിർവഹിക്കുക എന്ന ഉത്തരവാദിത്തം, ജിഹാദ് നിർവഹിക്കാനായിട്ട് അദ്ദേഹം യാത്രയാവുകയാണ്. ഏകദേശം 30-40 വയസ്സിലാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം തന്റെ പ്രബോധന പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്നത്. ചില വർത്തമാനങ്ങൾ, ചരിത്ര പരാമർശങ്ങൾ അനുസരിച്ച് 175 വയസ്സ് വരെ അദ്ദേഹം ജീവിച്ചു എന്നാണ് പറയുന്നത്. ഈ കാലയളവിൽ മുഴുവൻ അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങൾ, താൻ ഉൾക്കൊണ്ട, തന്നെ മുസ്ലിമാക്കിയ ആ ഇസ്ലാമിന്റെ സന്ദേശം മറ്റുള്ളവർക്ക് കൂടി നൽകുക എന്ന ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ടായിരുന്നു നമ്മുടെ ആദർശ പിതാവായ നമ്മുടെ മില്ലത്ത് നമ്മെ ആരെയാണ് അനുസ്മരിക്കുന്നത്, നാം ആരെയാണ് പിൻപറ്റുന്നത്, ആ ആദർശ പിതാവിന്റെ ജീവിത ദൗത്യം അങ്ങനെയായിരുന്നു പൂർത്തീകരിച്ചത്. അവിടെ നിന്ന് അങ്ങോട്ട് വന്ന മുഴുവൻ പ്രവാചകന്മാരും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വ്യത്യസ്ത കാലങ്ങളിൽ ദൈവനിയുക്തരായ പ്രവാചകന്മാർ നിർവഹിക്കപ്പെട്ട ദൗത്യം മില്ലത്ത് ഇബ്രാഹിം ദഅവത്തായിരുന്നു. ഒന്ന് ജിഹാദുൻ നഫ്സായിരുന്നു, രണ്ടാമത് ഇസ്ലാമികമായ പ്രബോധനം, താൻ ഉൾക്കൊണ്ട ജീവിത സന്ദേശം തന്നെ പോലെയുള്ള സഹജീവികൾക്ക് കൂടി കൈമാറുക എന്ന ഉത്തരവാദിത്തമാണ്. ശറഅ ലക്കും മിനദ്ദീനി മാ വസ്സാ ബിഹി നൂഹൻ വല്ലദീ ഔഹൈനാ ഇലൈക വമാ വസ്സൈനാ ബിഹി ഇബ്രാഹീമ വമൂസാ വഈസാ അൻ അഖീമുദ്ദീന. ദീനിനെ നിലനിർത്തുവാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളായിരുന്നു. വലാ തതഫറഖൂ, നിങ്ങളതിൽ ഭിന്നിക്കുവാൻ പാടില്ല, നിങ്ങളതിൽ നിന്നും മാറി നിൽക്കാൻ പാടില്ല, നിങ്ങൾക്ക് അവിടെ ഒഴിവ് കഴിവുകൾ ഉണ്ടായിരുന്നില്ല. ഇസ്ലാം എന്താണ് എന്ന്, എന്തിനാണ് എന്ന്
ഇതര ജീവിത വ്യവസ്ഥകളിൽ നിന്ന് ഇസ്ലാമിനെ വേറിട്ട് നിൽക്കുന്ന സവിശേഷതകൾ എന്തൊക്കെയാണ് എന്ന് ഇസ്ലാം അറിയാത്ത സമൂഹം അറിയാതെ പോകാൻ പാടില്ല എന്നുള്ളത് കൊണ്ട്, പൊതുസമൂഹത്തിന് അങ്ങനെ ഒരു ധാരണ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളൊക്കെ നമുക്കറിയാമല്ലോ. അതുകൊണ്ട് അവർ ഇത് അറിയുക എന്ന ത്യാഗനിർഭരമായ പണി നമുക്കറിയാലോ. ഈ മാർഗത്തിൽ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ഇറങ്ങി പുറപ്പെട്ടതിന്റെ പേരിൽ സഹിക്കു വേണ്ടി വന്ന ത്യാഗം, അതൊരു പ്രയാസമേ ആയിരുന്നില്ല എന്നുള്ളതാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉത്തരവാദിത്തം ഏറ്റെടുത്തപ്പോൾ റസൂൽ സഹിച്ച ത്യാഗങ്ങൾ, സഹനങ്ങൾ, പീഡനങ്ങൾ, അതിനെയൊക്കെ മറികടന്നുകൊണ്ട് ഈ ഉത്തരവാദിത്വം നിർവഹിക്കണമെന്ന ദൗത്യ നിർവഹണത്തെ കുറിച്ചുള്ള ഗൗരവപ്പെട്ട ബോധം ഉൾക്കൊണ്ടപ്പോ ഇതൊന്നും അത് പ്രശ്നമായി മാറിയില്ല എന്നുള്ളത്. എന്നല്ല വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദആ ഇലല്ലാഹി വഅമില സാലിഹൻ വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ. ഈ പ്രബോധന പ്രവർത്തനങ്ങൾ താൻ ഉൾക്കൊണ്ട ജീവിത വിജയത്തിന്റെ സന്ദേശം, അല്ലയോ മഖ്വൽതിലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറളീതുലക്കും ഇസ്ലാമ ദീന. അനുഗ്രഹിക്കപ്പെട്ട് തൃപ്തിപ്പെട്ടു തന്ന ഈ ദീനിന് വേണ്ടിയിട്ട് നിലകൊള്ളുക എന്ന് പറയുന്ന ഈ ദൗത്യ നിർവഹണത്തിന്റെ പ്രതിഫലത്തെ കുറിച്ച് അല്ലാഹു പറഞ്ഞിട്ടുള്ള വാഗ്ദാനങ്ങൾ, ഈ ഒരു ഉത്തരവാദിത്വത്തോടു കൂടി നമുക്ക് മുന്നോട്ട് പോകാൻ സാധ്യമാകേണ്ടത് സത്താവായ അല്ലാഹുവിനാൽ നൽകപ്പെട്ട ഈ ജീവിത സന്ദേശങ്ങൾ പിന്തുടരുന്നതിന് പകരം മനുഷ്യൻ പലപ്പോഴും സ്വയം നിർമ്മിച്ചുണ്ടാക്കിയ, മെനഞ്ഞുണ്ടാക്കിയ മാർഗങ്ങളിലൂടെ നമ്മൾ സഞ്ചരിച്ചുകൊണ്ട് വഴികേടിലായി ബഹുദൈവ വിശ്വാസികളിലായി അകപ്പെട്ടു പോകുന്നവർക്ക് വീണ്ടും ഈ ദൈവികമായ ജീവിതത്തിലേക്ക് കടന്നു വരുവാനുള്ള മാർഗമാണ്, ദൈവികമായ മാർഗമാണ് എന്ത്? ദഅവത്ത് എന്ന് പറയുന്നത്. വഴിതെറ്റിപ്പോയ, അറിയാത്ത ആ സമൂഹത്തെ വീണ്ടും ദൈവികമായി അവർക്ക് അറിഞ്ഞുകൂടാ. ഇവിടത്തെ പൊതുസമൂഹത്തിൽ എന്താണ് ഇസ്ലാം എന്ന് അറിഞ്ഞുകൂടാ, എന്താണ്, ആരാണ് അല്ലാഹു എന്ന് അറിഞ്ഞുകൂടാ, എന്താണ് ഖുർആൻ, അല്ലാഹുവിന്റെ വേദം എന്ന് അറിഞ്ഞുകൂടാ, ആരാണ് പ്രവാചകന്മാർ എന്ന് അറിഞ്ഞുകൂടാ, എന്താണ് പള്ളി എന്ന് അറിഞ്ഞുകൂടാ, മുസ്ലിങ്ങൾ ആരാണ് എന്ന് അറിഞ്ഞുകൂടാ. അവരൊക്കെ വിശ്വസിക്കുകയും ജീവിക്കുകയും ചെയ്യുന്ന അവരുടേതായ ചില സാഹചര്യങ്ങൾക്കും സൗകര്യങ്ങൾക്കും വേണ്ടി മാത്രമുള്ള ഒരു ആരാധനാ സ്വഭാവത്തിനപ്പുറം തന്റെ ജീവിതത്തിന്റെ ഇഹപരമായ വിജയത്തിന്റെ നാന്ദിയാണ് ഇസ്ലാമെന്ന് അവർക്കറിഞ്ഞുകൂടാ. കുറെ ദൈവങ്ങളുടെ കൂട്ടത്തിൽ ഒരു ദൈവം മാത്രമാണ് അല്ലാഹു, കുറെ മതങ്ങളുടെ കൂട്ടത്തിൽ ഒരു മതം മാത്രമാണ് ഇസ്ലാം. ഇങ്ങനെ അറിയാത്തവർക്ക് കുൻതും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ് തഅ്മുറൂന ബിൽ മഅറൂഫ് വയൻഹൗന അനിൽ മുൻകർ. എങ്ങനെയെങ്കിലും അങ്ങനെ ജീവിച്ചാൽ പോരാ മുസ്ലിം സമുദായം. അവർ പ്രത്യേകമാക്കപ്പെട്ടത് ഖൈറ ഉമ്മത്ത് എന്ന ഈ അലങ്കൃത പദവി നൽകിയത് കാലാകാലങ്ങളായി നടന്നു വരുന്ന നന്മയും തിന്മയും തമ്മിലുള്ള ഈ സംഘട്ടനത്തിൽ മനുഷ്യ സമൂഹത്തെ നന്മയിലേക്ക്, സത്യത്തിലേക്ക്, ധർമ്മത്തിലേക്ക്, നീതിയിലേക്ക് അവരാനയിച്ചുകൊണ്ട് അവർ അകപ്പെട്ടു പോയ മാർഗച്യുതിയിൽ നിന്ന് രക്ഷപ്പെടുത്തുക എന്ന പ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാമയിലൂടെ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ നമ്മിലേക്ക് ഏറ്റെടുക്കപ്പെട്ട, നമ്മിലേക്ക് ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തമാണ് ദഅവത്ത് എന്നത് കൂടി ഹജ്ജിന്റെ ഭാഗമായിട്ട് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയും. വലിതകും മിൻകും ഉമ്മത്തൻ യദ്ഊന ഇലൽ ഖൈർ വയഅ്മുറൂന ബിൽ മഅറൂഫ് വയൻഹൗന അനിൽ മുൻകർ ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. ഇത് നമ്മുടെ വലിതകും മിൻകും ഉമ്മത്തൻ യദ്ഊന ഇലൽ ഖൈർ,
നമ്മളിൽ നിന്ന് ഉണ്ടാകണം. അള്ളാഹുവിന്റെ താക്കീതാണ്. ഏതേത് പ്രവാചകനെയാണോ നമ്മൾ അനുസ്മരിക്കുന്നത്? ഹസ്രത്ത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിയെ ഹജ്ജിലൂടെ നിങ്ങൾ അനുസ്മരിച്ചോ? ഹജ്ജത്തുൽ വിദായിലെ റസൂലിന്റെ പ്രസംഗത്തെ, ഹജ്ജത്തുൽ വിദായിലെ പ്രസംഗത്തെ നിങ്ങൾ ഓർത്തോ? എന്തേ നമ്മുടെ ജീവിതത്തിൽ അവർ നിർവഹിച്ച ഉത്തരവാദിത്തത്തെ കുറിച്ച്? വലിതകും മിൻ ഉമ്മത്തിൻ യദ്ഉന ഇലൽ ഖൈർ, അവർ നിർവഹിച്ച ദൗത്യത്തെ കുറിച്ച് നമ്മൾ വിസ്മരിച്ചു പോകുന്നത് എന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മോട് ചോദിക്കുന്നത്. നിങ്ങൾക്കറിയോ, വിശുദ്ധ ഖുർആന്റെ അടുത്ത വർത്തമാനമാണ്, നിങ്ങളെപ്പോലെ തന്നെ ഒരു പ്രവാചക സമുദായം ഉണ്ടായിരുന്നു, ബനി ഇസ്രായേലി സമുദായം. അവർ ശപിക്കപ്പെടാൻ, അവർ മാറ്റി നിർത്തപ്പെടാൻ എന്താ കാരണം എന്ന് നിങ്ങൾക്കറിയോ? കാനൂ ലാ യതനാഹൗന അനിൽ മുൻകരി ഫഅലൂഹു ലബിഇസ മാ കാനൂ യഫ്അലൂൻ. സ്വന്തം ദൗത്യം മറന്നു പോയതായിരുന്നു. കാനൂ ലാ യതനാഹൗന അനിൽ മുൻകർ, നന്മ സ്ഥാപിക്കുക, നന്മയിലേക്ക് ജനങ്ങളെ കൊണ്ടുവരിക, തിന്മയിൽ നിന്ന് തടഞ്ഞു നിർത്തുക, എന്നിടത്ത് നിന്ന് മാറി സ്വയം തിന്മയുടെ തന്നെ വക്താക്കളായി അവർ മാറി എന്നതാണ് ആ സമുദായം ദുഷിച്ചു പോകാൻ കാരണമായി എന്നതാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. ഏകദേശം 208 സ്ഥലത്ത് ദഅവത്തിനെ മുൻനിർത്തിക്കൊണ്ട് ഇസ്ലാമിനെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കേണ്ടുന്ന ആവശ്യകതയെ പറ്റി 44 സ്ഥലങ്ങളിൽ 208 പദങ്ങളിലായിട്ട് പറയുന്നു. അപ്പൊ നിങ്ങൾ അതിന്റെ ആ ഗൗരവം ഒന്ന് ആലോചിച്ച് നോക്കി. ഈ കാലഘട്ടത്തിൽ ഇസ്ലാമിനെ പ്രതിനിധീകരിക്കുന്നവർ എന്ന നിലയിൽ നമ്മൾ ഈ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ വിശുദ്ധ ഖുർആൻ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് പ്രവാചക കഥകൾ നിങ്ങൾ കണ്ടിട്ടില്ലേ? ഇപ്പോ മൂസാ നബിയുടെ കാണാം, ഈസാ നബിയുടെ കാണാം, യൂസഫ് നബിയുടെ കാണാം, സ്വാലിഹ് നബി, ഹൂദ് നബി. ഏകദേശം 25ഓളം പ്രവാചക കഥകൾ വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നത്. വെറും കഥ പറച്ചിലാണോ അതിന്റെ ലക്ഷ്യം? ഇബ്രാഹിം നബിയുടെ തന്നെ മകനെ കുറിച്ചിട്ടും മാതാവിനെ കുറിച്ചിട്ടും ഒരു കഥകളിൽ കിടന്ന് അഭിരമിക്കുന്നു എന്നതിനപ്പുറം വലിയ വലിയ വാഴ് മതപ്രഭാഷണ പരമ്പരകളൊക്കെ ഉണ്ടാവും. യൂസഫ് നബിയുടെ ചരിത്രം, യൂസഫ് നബിയും രാജാവും പത്നിയും ഭയങ്കര 2-3 ദിവസമായിട്ട് നീണ്ടു നിൽക്കുന്ന മതപ്രഭാഷണങ്ങളായിരിക്കും. എന്നിട്ട് കഥ ഇങ്ങനെ നീട്ടിപ്പാടും. ഇബ്രാഹിം നബി മകൻ അറക്കാൻ കൊണ്ടുപോയി, അപ്പൊ മലക്ക് പ്രത്യക്ഷം. എന്തൊരു കഥ! കഥകൾക്കപ്പുറം അതിന്റെ ആവശ്യകത എന്തിന് ഖുർആൻ ഈ ചരിത്ര സംഭവങ്ങൾ നമ്മെ ഉണർത്തി? ആ കാലഘട്ടത്തിലെ ജനങ്ങളുമായി നടക്കുന്ന സംവാദങ്ങളായിരുന്നു. ആ കാലഘട്ടത്തിലെ ദൈവവിരുദ്ധരായ, ഇസ്ലാം വിരുദ്ധരായ, ബഹുദൈവ വിശ്വാസികളായ, ദൈവനിഷേധികളായ, അക്രമികളും അധർമ്മികളുമായ സമൂഹങ്ങളുമായി അള്ളാഹു നിയോഗിച്ചയച്ച പ്രവാചകന്മാർ നടത്തുന്ന സംവാദങ്ങൾ, അവർ അകപ്പെട്ടു പോയ അധർമ്മ ചുതിയിൽ നിന്ന് കൈ തടുത്തു നിർത്തുന്ന ആ കഥകളുടെ ആകെ തുകയാണ് ഖുർആൻ എന്ന് പറയുന്നത്. ഈ ഖുർആൻ നമ്മൾ ഓർക്കുന്നു, ഹജ്ജത്തുൽ വിദാ ആവർത്തിക്കുന്നു, നമ്മൾ ഇബ്രാഹിം നബിയുടെ സ്മരണകൾ ആവർത്തിക്കുന്നു. എന്തേ നമ്മുടെ ഈ ഉത്തരവാദിത്തത്തെ കുറിച്ച് നമ്മൾ മറന്നു പോകാൻ കാരണം? അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ ഈ ദൗത്യം ഏറ്റെടുക്കുന്ന വകദാലിക ജഅൽനാകും ഉമ്മതൻ വസതൻ ലിതകൂനു ശുഹദാ അലന്നാസ് വയകൂന റസൂലു ഷഹീദൻ. ഏതൊരു ദൗത്യവുമായിട്ടാണ് അല്ലാഹു പ്രവാചകന്മാരെ നിയോഗിച്ചത്, ഖാതിമുൽ അംബിയ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആ പ്രവാചകത്വ പരമ്പര അവസാനിച്ചുവോ അവിടെ നിന്ന് അത് ഏറ്റെടുത്തവർ ഇവിടത്തെ പൊതുസമൂഹവും പ്രവാചകന്മാർക്കും ഇടയിലുള്ള മധ്യവർഗമാണ് നമ്മൾ. മനസ്സിലായോ? വകദാലിക ജഅൽനാകും ഉമ്മതൻ വസതൻ എന്ന് പറഞ്ഞാൽ മീഡിയേറ്റർ എന്നാണ് അതിന്റെ അർത്ഥം. ഇവിടത്തെ പൊതുസമൂഹവും
പ്രവാചക സമൂഹത്തിനും ഇടയിൽ നിൽക്കുന്ന മീഡിയേറ്ററാണ് നമ്മൾ. അതുകൊണ്ടാണ് നമ്മൾ ഖൈറുൽ ഉമ്മത്ത് എന്ന ഏറ്റവും അത്യുത്തമ സമുദായമെന്ന് നമുക്ക് സവിശേഷത ലഭിച്ചു. വേറൊരർത്ഥം കൂടിയുണ്ട്. ഉമ്മത്തുൽ വസത്ത് എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല ഭാഗം എന്നാണ്. നമ്മള് ഒരു യാത്രയിൽ തന്നെ നമ്മൾ ബസ്സിന്റെ ഒക്കെ ഏറ്റവും സുരക്ഷിത ഭാഗം ഏതാ? മധ്യഭാഗമായിരിക്കും. എല്ലാത്തിന്റെയും ഒരു പിന്നെ നമ്മൾ മാംസമൊക്കെ പോയി മേടിക്കാറുണ്ടല്ലോ മാർക്കറ്റിൽ. ഇപ്പൊ പോത്തിറച്ചി മേടിക്കണമെങ്കിൽ നമ്മളെവിടുന്ന മേടിക്കുക? ശരിക്കും അണ്ടർകട്ടിൽ നിന്ന് എടുത്താൽ മതി എന്നാണ് നമ്മളെവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ വയറിന്റെ അടിഭാഗത്തുനിന്ന് ഏറ്റവും സുരക്ഷിതമായ ഭാഗമായി. ഇതുപോലെയാണ് നമ്മൾ ഏറ്റവും സുരക്ഷിത വിഭാഗം എന്നാണ് ഉമ്മത്തൻ വസത്ത് എന്ന് പറഞ്ഞാൽ. രക്ഷ പ്രാപിച്ച ഭാഗം, ഇടത്തോട്ടോ വനത്തോട്ടോ ചായാത്ത ഭാഗം. ഇവിടുത്തെ സാമൂഹിക രാഷ്ട്രീയ വ്യവസ്ഥ ഇടത്തോട്ടോ വനത്തോട്ടോ ചായുകയില്ല. സ്വയാശ്രയ സമുദായം എന്നാണ് അതിന്റെ അർത്ഥം. മുസ്ലിം സമുദായം സ്വയാശ്രയ സമുദായം, സ്വയം പര്യാപ്തത നേടിയവർ, മറ്റുള്ളവർ നമ്മളെ ആശ്രയിക്കേണ്ടവർ. എന്തൊരു പദ്ധതിയും എന്തൊരു അംഗീകാരവുമാണ് നമുക്ക് നൽകിയിട്ടുള്ളത്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കുക. ഇബ്രാഹിം നിങ്ങൾ ആയത്തിലൂടെ ഇങ്ങനെ കടന്നു നോക്കി. നിങ്ങളെ തെരഞ്ഞെടുത്തിരിക്കുന്നത് ജിഹാദ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം, മുൻകഴിഞ്ഞു പോയ പ്രവാചകന്മാർ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ച ജിഹാദ് ചെയ്യാനാണ് നിങ്ങളെ തെരഞ്ഞെടുത്തിട്ടുള്ളത്. നിങ്ങളെ പേര് വെക്കപ്പെട്ടിരിക്കുന്നത് മുസ്ലിങ്ങൾ എന്നാണ്. മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ മുജാഹിദ് കൂടിയാണ്. എന്താണ് നിങ്ങളുടെ ജിഹാദ് എന്ന് പറയുന്നത്? ലിയകൂന റസൂൽ ഷഹീദൻ അലൈക്കും വതകൂനു ശുഹദാ അലന്നാസ്. ഈ പ്രവാചകന്മാർ നമുക്ക് നൽകിയ സന്ദേശം സാക്ഷ്യം വഹിച്ചതുപോലെ നമ്മൾ ജനങ്ങൾക്ക് സാക്ഷികളായി മാറണം. ഹജ്ജിന്റെ ആകെ തുകയാണ് ഈ പറഞ്ഞത്. മനസ്സിലായി? ഇബ്രാഹിം നബിയെ നമ്മൾ ഓർത്തെടുക്കുകയായിരുന്നു. ആരാണ് ഇബ്രാഹിം? എന്തായിരുന്നു ഇബ്രാഹിം? ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം നിർവഹിച്ച ദൗത്യം എന്ത്? ആ ദൗത്യത്തിന്റെ പൂർത്തീകരണത്തിൽ ഹാത്തിമുൽ അംബിയ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ചത് എന്ത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഏൽപ്പിച്ച ദൗത്യം എന്ത്? ഈ 3 ഘട്ടങ്ങളിലൂടെ കടന്നു വരുമ്പോഴാണ് നമ്മുടെ ഹജ്ജ് പൂർണ്ണമാവുകയുള്ളൂ. അല്ല, ഹജ്ജ് പൂർണ്ണമാവുകയല്ല. നമ്മളുടെ ഹജ്ജ് നിരന്തരമായി, നമ്മൾ ബാങ്കിനെ കുറിച്ചിട്ട് പറയാറുണ്ട്. അതാൻ ബാങ്ക് നിലക്കുന്നില്ല എന്നാണ്. ബാങ്ക് ലോകത്ത് നിലക്കുന്നില്ല എന്നാണ് പറയുന്നത്. എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ബാങ്ക് വിളിച്ചാൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സെക്കൻഡ് ബേസ് വെച്ചുകൊണ്ട് സമയങ്ങളാവുകയും ബാങ്ക് ഇങ്ങനെ പ്രപഞ്ചത്തിൽ അലയലിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. നമ്മൾ ഹജ്ജിന്റെ വിളംബരം എന്ന് പറയുന്നത് ലോകത്ത് നിലക്കുന്നില്ല. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ചെയ്ത അനുഷ്ഠാന കർമ്മങ്ങൾ പൂർത്തീകരിക്കുന്നതിലൂടെ കർമാനുഷ്ഠാനം കഴിയുമെങ്കിലും നമ്മളത് ഏറ്റെടുത്തവർ, നമ്മിലൂടെ ജനങ്ങൾക്ക് അത് സാക്ഷികളായി മാറണം. അതാണ് അൽദിൻ ഫിന്നാസ് എന്ന് പറഞ്ഞത്. ജനങ്ങൾ ആ ഹജ്ജിന്റെ ഗുണം ജനങ്ങൾ അനുഭവിച്ചറിയാൻ കഴിയണം. അതിന്റെ ജിഹാദ്, അതിന്റെ മർമ്മം നമ്മുടെ പ്രബോധന പ്രവർത്തനങ്ങളാണ്. ഇത് നിർവഹിക്കാതെ കണ്ട് നമ്മൾ ഹജ്ജിനെ കുറിച്ചിട്ടോ ഇബ്രാഹിം നബിയെ കുറിച്ചിട്ടോ ഹജ്ജത്തുൽ വിദാഇനെ കുറിച്ചിട്ടോ എത്ര പറഞ്ഞിട്ടും കാര്യമില്ല. ഇത് അള്ളാഹു നമ്മെ ഏൽപ്പിച്ച ദൗത്യമാണ്. അള്ളാഹുവിന്റെ പ്രവാചകന് നമ്മൾ കൊടുക്കുന്ന വാഗ്ദാനമാണ്. ഇത് പൂർത്തീകരിക്കാൻ നമ്മളാൽ സാധ്യമാകുന്ന തരത്തിൽ ഒരു പുഞ്ചിരി പോലും നമ്മുടെ പ്രബോധന പ്രവർത്തനമാണ്. ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ മിമ്പറിൽ നിന്നുകൊണ്ട് ഇസ്ലാം കേരളത്തിലേക്ക് കടന്നു വന്ന വഴി ആരാധനാനുഷ്ഠാനങ്ങൾ കണ്ടിട്ടല്ല. നമ്മുടെ സത്യസന്ധത, നമ്മുടെ നീതി, നമ്മുടെ മാനുഷികമായ പെരുമാറ്റങ്ങൾ, മനുഷ്യത്വം, സമത്വം,
സ്നേഹം, ഇതൊക്കെ കണ്ടിട്ടാണ് കേരളത്തിലേക്ക് ഇസ്ലാം കടന്നു വന്നത്. നമ്മുടെ പൂർവികരൊക്കെ ഹിദായത്ത് ലഭിച്ചുകൊണ്ട് നമ്മളൊക്കെ മുസ്ലിങ്ങളായി ഇപ്പോൾ ഇങ്ങനെ ഇരിക്കാൻ കാരണം നമ്മുടെ പൂർവികരുടെ പെരുമാറ്റ മര്യാദകളാണ്. നമ്മൾ മർക്കട മുസ്ലിക്കാരും ദേഷ്യക്കാരും മറ്റുള്ളവർക്ക് വളരെ മോശമായി പെരുമാറുന്നവരുമാണ് എങ്കിൽ ഇസ്ലാമിനെ കുറിച്ച് തെറ്റായ ഒരു സന്ദേശം. അവർ ഭീകരവാദികളാണ്, നമ്മൾ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തേണ്ടവരാണ്, അവരെ പെരുമാറാൻ കൊള്ളാത്തവരാണ്, സംസാരിക്കാൻ കൊള്ളാത്തവരാണ് എന്നൊക്കെ തോന്നൽ. ഒരു പുഞ്ചിരി പോലും, ഒരു ചെറിയ കൈത്താങ് പോലും, ഒരു സേവന പ്രവർത്തനം പോലും നമ്മുടെ ഇസ്ലാമിന്റെ സന്ദേശം എത്തിക്കാനുള്ള ഒരു കാരണമായിട്ട് മാറും. ഇൻഷാ അല്ലാഹ് ആ ഒരു അർത്ഥത്തിൽ ഇസ്ലാമികമായ സാക്ഷ്യം, അടയാളപ്പെടുത്തൽ, മുദ്ര നമ്മുടെ ജീവിതത്തിൽ എന്നും തുടരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഹജ്ജ് അവസാനിക്കുന്നില്ല. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുവാനാണ്.